ഹേ ഗായ്സ്, ഇന്ന് ആൻഡമാനിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എണീറ്റ് ഫ്രഷ് ആയതും നേരെ വിട്ടത് ഭരത്പൂർ ബീച്ചിലേക്കാണ്. നമ്മൾ പോകുന്ന ടൈമിൽ അവിടുത്തെ ഷോപ്പുകളെല്ലാം ഓപ്പൺ ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ബീച്ചിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുവരെ കണ്ട ബീച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭരത്പൂർ ബീച്ചിന് ഡെപ്ത് വളരെ കുറവായിരുന്നു. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ഒക്കെ കിട്ടി തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ ഈ സംഭവം കണ്ടത്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ നെല്ലിക്കായിട്ടൊക്കെ തോന്നിയെങ്കിലും അതല്ലായിരുന്നു കേട്ടോ. അതിനകത്തൊരു ഹോള് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അവിടെ കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നേരെ വിട്ട് നമ്മുടെ സീതാപൂർ ബീച്ചിലേക്കാണ്. സീതാപൂർ ബീച്ചിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ ആൻഡമാനിലെ ഓരോ ബീച്ചിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിയാണ് കേട്ടോ. അതെല്ലാം നമുക്ക് നേരിട്ട് വിസിറ്റ് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാം ഒരു കോറൽസിൻ്റെ ടൈപ്പുള്ള പാറകളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയത്. കാണാൻ നല്ല രസമുണ്ടെങ്കിലും ഇതിൻ്റെ എഡ്ജൊക്കെ വളരെ ഷാർപ്പായിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല ടൈം പാസ് ആയിരുന്നു. അതിന് റീസൺ ഇവന്മാരായിരുന്നു. ആ സെൻറ്ററിലായിട്ട് ഗ്രീൻ കളറിൽ കാണുന്നത് ക്രാബാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഡിഫറെൻ്റ് ആയി തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നോക്കിയതാ. പക്ഷെ ഇവന്മാർ പിടി തരുന്നുണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ ഇവനെ ഈസി ആയിട്ട് ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. ബട്ട് ഇതെൻ്റെ അരമണിക്കൂറിൻ്റെ കഷ്ടപ്പാടാണ് കേട്ടോ. അത്രയും നേരം ഞാനുമായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കായിരുന്നു. എന്നെ കണ്ട ഇവന്മാർ ഒളിഞ്ഞു നിൽക്കും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പതുക്കെ തലയിട്ട് നോക്കും. അങ്ങനെ ഒരു വിധത്തിലാണ് എൻ്റെ ഫോണിൽ ഇവന്മാർ പിടി തന്നത്. ഇത് സൂം ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ബ്യൂട്ടി അറിയാത്തത്. നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നേരം അവന്മാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ വേറൊരുത്തനെ പിടികിട്ടിയത്. ഇത് കണ്ടാരും ജസ്റ്റ് ഒരു ബോട്ടിൽ മാത്രമാണ് അതെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ബിക്കോസ് ഞാനും ഫസ്റ്റ് അങ്ങനെ വിചാരിച്ചത്. ആ ബോട്ടിലിൽ പറ്റി പിടിച്ച് കിടക്കുന്നവന്മാരൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ലിവിങ് ബീൻ ആയിരുന്നു. ഇങ്ങനത്തെ ഒത്തിരി ലിവിങ് ക്രിയേച്ചേഴ്സ് നമുക്ക് ആ ബീച്ച് സൈഡിലായിട്ട് കാണാൻ പറ്റിട്ടോ. അങ്ങനെ ഞാനിവിടെ ഓരോന്നിൻ്റെ പിന്നാലെ പോയപ്പോൾ പപ്പയും മോളും അവിടെ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു. നമ്മൾ സ്കൂട്ടി റെന്റിലെടുത്തതുപോലെ ഫോറിനേഴ്സ് മെജോറിറ്റിയും ബൈസൈക്കിളായിരുന്നു കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 90% ഫോറിനേഴ്സും സൈക്ലിംഗ് ചെയ്യുന്നതാണ് കണ്ടത്. അങ്ങനെ അവിടുന്ന് ടാറ്റ ബൈ ബൈയും പറഞ്ഞ് നേരെ വിട്ടത് നാച്ചുറൽ കോറൽ ബ്രിഡ്ജ് കാണാനായിരുന്നു. കറക്റ്റായി പറയുവാണെങ്കിൽ നമ്മുടെ ആൻഡമാനിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കായിരുന്നു. ഇവിടെയും ഗൈഡ്സും ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ഹൈടൈഡിന്റെ ടൈമിൽ ഈ കാണുന്നവിടെ എല്ലാം വെള്ളം കയറുന്നതാണ് കേട്ടോ ഗൈഡ് പറഞ്ഞത്. ബീച്ച് ഷോറിന് സൈഡായിട്ട് ഈ കാണുന്നത് ഫുള്ളും സീ പൈനാപ്പിൾ ആണ്. ഇതിന്റെ ലീവ്സും പിന്നെ കാണാൻ ഓൾമോസ്റ്റ് നമ്മുടെ പൈനാപ്പിൾ പോലെ തന്നെ ഇരിക്കുമെങ്കിലും ഇത് എഡിബിൾ അല്ല കേട്ടോ. ബട്ട് ജാപ്പനീസും കൊറിയൻസും ഇത് കഴിക്കുമെന്ന് ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കിത് എഡിബിൾ ആണോ അല്ലയോ എന്ന് അറിയുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നാച്ചുറൽ കോറൽ ബ്രിഡ്ജ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം മോർണിംഗ് ആണ്. ബിക്കോസ് ഹൈടൈഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും വെള്ളം കയറുമെന്നാണ് പറയുന്നത്. പോകുന്ന വഴിക്ക് കാണുന്ന സ്റ്റോൺസിന് പോലും സീ പൈനാപ്പിളിന്റെ സെയിം ഷേപ്സ് ആയിരുന്നു. നാച്ചുറൽ കോറൽ ബ്രിഡ്ജ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പുറത്ത് എന്തിനാ ഇത്രയും മാത്രം ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഉണ്ടായെന്നുള്ളതിന്റെ റീസൺ മനസ്സിലായത്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഗൈസ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. രണ്ട് നാച്ചുറൽ കോറൽസ് ഒരു ബ്രിഡ്ജ് പോലെ ഫോം ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അതിനിടയിലായിട്ട് ചെറിയ ചെറിയ പോൺസ് പോലെ കാണാൻ പറ്റും. അതിനകത്ത് ഫുള്ളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ അക്വാറിയത്തിലൊക്കെ കാണാൻ പറ്റുന്ന ടൈപ്പ് ഫിഷസ് ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന കോറൽ ബ്രിഡ്ജ് ഫുള്ളും ലൈം സ്റ്റോണിൽ ഉണ്ടായതാണ് കേട്ടോ. നമ്മൾ ഈ ചുണ്ണാമ്പ് കല്ല് എന്നൊക്കെ പറയില്ലേ, ഇത് ഫുള്ളായിട്ട് അതാണ് കേട്ടോ. ശരിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ് കേട്ടോ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയുള്ള എക്കോസിസ്റ്റത്തിന് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ നമ്മളെ കടത്തിവിടുന്നത്. ഈ കാണുന്ന വെള്ളത്തിനകത്ത് തന്നെ പല തരത്തിലുള്ള ജീവികളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്നതിനാണ് കേട്ടോ ഓളിസ്റ്റർ എന്ന് പറയാം. ഇതിനകത്താണ് കേട്ടോ നമ്മുടെ റിയൽ പേൾ ഉണ്ടാവുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് അത് ക്ലോസ് ആവുകയും ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട്. ഇത് റിസർവ്ഡ് ബീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കത് ടച്ച് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്നതൊക്കെ നാച്ചുറൽ കോറൽസ് ആണ് കേട്ടോ. അതിനൊന്നും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ നടക്കാൻ. കുറച്ചു നേരം അതെല്ലാം നോക്കി നിൽക്കുമ്പോഴേക്കും വെള്ളം കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കയറാൻ അനൗൺസ്മെന്റ് വന്നു കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ റിലാക്സ് ആയിട്ട് പോയെങ്കിലും തിരിച്ചു വരുമ്പോൾ കുറച്ച് പേടിച്ചിട്ടാണ് കയറിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ നോക്കി നിൽക്കുന്ന ടൈം കൊണ്ട് വെള്ളം കയറിയിട്ടോ. ഇപ്പൊ ഹൈടൈഡിന്റെ ടൈമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വന്ന വഴി ഫുള്ളായിട്ട് കവറായി. ഇവിടെ കണ്ടോ നമ്മൾ പോകുന്ന വഴിക്ക് പാറകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലം ഫുള്ളായിട്ട് ഇപ്പോൾ വെള്ളം കയറി. ഇനി ഈവനിങ് ഒരു 3 o'clock 4 o'clockന് ശേഷം ഇവിടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇവിടെയും ചെറിയൊരു അഡ്വഞ്ചറസ് ഫീലും കിട്ടി. ഗൈസ്, ആൻഡമാൻ വരുന്നവരുത് നാച്ചുറൽ കോറൽ ബ്രിഡ്ജ് കാണാതെ പോയി കഴിഞ്ഞാൽ ശരിക്കും ആൻഡമാൻ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ. അത്ര അടിപൊളി. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയുമ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നേരെ പോയത് തിരിച്ച് പോർട്ട് പ്ലെയറിലേക്കുള്ള ഫെറി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിരുന്നു. ഇത്തവണ നമ്മൾ നോട്ടിക്ക എന്ന് പറയുന്ന ഫെറിയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ആ കാണുന്ന എല്ലാവരും നമ്മുടെ സെയിം ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് കേട്ടോ. അങ്ങനെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് വരെ കുറച്ച് നേരം പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫെറിയും എത്തി. ഇതാണ് കേട്ടോ നോട്ടിക്ക. നമ്മൾ ലാസ്റ്റ് ഡേയ്സിൽ ട്രാവൽ ചെയ്ത ഫെറീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. കാഴ്ചയ്ക്ക് മാത്രമല്ല ഫെസിലിറ്റീസിന്റെ കാര്യത്തിലും.
ലക്ഷറി ക്ലാസ് ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത്. TV കണ്ടതും പിന്നെ നേരിൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ളും അതിലായി. ഇതിലൊട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾമോസ്റ്റ് സീറ്റുകളെല്ലാം തന്നെ കാലിയായിരുന്നു. സീറ്റിംഗ് ആയി കഴിഞ്ഞതും ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് ഹോസ്റ്റേഴ്സിനെ കൊണ്ട് നല്ലൊരു കോഫി ഓർഡർ ചെയ്തു. അങ്ങനെ 5 മിനിറ്റ്സിനുള്ളിൽ നല്ലൊരു അടിപൊളി ചൂട് കോഫി എത്തി. അങ്ങനെ ഓൾമോസ്റ്റ് 6:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് പോർട്ട് പ്ലെയറിൽ റീച്ച് ആയിട്ടോ. ബട്ട് ആ ടൈം ആകുമ്പോഴേക്കും നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു തമിഴ് ചേട്ടൻ്റെ ഓട്ടോ കിട്ടിയിട്ടോ. അവിടെ നിന്ന് നേരെ റൂമിലോട്ട്. അപ്പം ഇനി അവിടുത്തെ റൂം ടൂറും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.